ബംഗ്ലാദേശിലെ ഒരു ഹിന്ദു യുവാവിനെ പച്ചക്ക് തീക്കൊളുത്തി കൊന്നിട്ടുണ്ട് കുറെ മുസ്ലിം തീവ്രവാദികൾ. ഇതിനെതിരെ നിങ്ങൾക്കൊന്നും പറയാനില്ലേ? ഒരക്ഷരം പോലും മിണ്ടുന്നില്ലാലോ. എന്നെ നാഴികയ്ക്ക് 40 വട്ടം വർഗീയവാദി എന്ന് വിളിച്ചിട്ടുണ്ട്. ലസിത പാലക്കൽ അമ്മായി ഈ കഴിഞ്ഞുപോയ ഇലക്ഷനിൽ സ്ഥാനാർത്ഥിയായിട്ട് കണ്ണൂർ ജില്ലയിൽ ഏതോ ഒരു പഞ്ചായത്തിൽ നിന്നതാണ്. വെറും 23 വോട്ട് മാത്രമാണ് ലസിത പാലക്കൽ അമ്മായിക്ക് കിട്ടിയത്. എന്തുകൊണ്ടാണ് വെറും 23 വോട്ട് കിട്ടിയതെന്ന് ഇപ്പൊ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. എൻ്റെ പൊന്നാര ലസിത പാലക്കൽ അമ്മായി, ബംഗ്ലാദേശ് എന്ന് പറയുന്നത് വേറൊരു രാജ്യമാണ്. ആ രാജ്യത്തിൽ നടക്കുന്ന സംഭവത്തെക്കുറിച്ച് കേരളത്തിൽ നോക്കിയിട്ട് കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ് ഉള്ളത്? ആ രാജ്യത്തിൽ നടക്കുന്ന സംഭവം അവിടുത്തെ ജനങ്ങളും അവിടുത്തെ ഗവൺമെൻറ്റും നോക്കിക്കോളും. അമ്മായി കേരളത്തിലെ കാര്യം പറ. പാലക്കാട് ജില്ലയിലെ വാളയാർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്റെ എല്ലാ അണ്ടിമൊക്ക് ശാഖയിലെ കുണ്ടൻ സംഖ്യകള് ബംഗ്ലാദേശുകാരനാണെന്ന് കേട്ട ഉടനെ അവനൊരു മുസ്ലിമാണെന്ന് കരുതിക്കൊണ്ട് തല്ലിക്കൊന്നില്ലേ? ആ തല്ലിക്കൊന്ന് ആ മരിച്ചുപോയ ആളുടെ കുടുംബക്കാരെ കേരളത്തിൽ നോക്കിയിട്ട് 30 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് നഷ്ടപരിഹാരമായിട്ട്. ആ 30 ലക്ഷം ഗവൺമെൻറ് കൊടുക്കുന്നത് കേരളത്തിലെ ജനങ്ങളുടെ നികുതി പൈസയിൽ നിന്നുമാണ്. നിന്റെ എല്ലാം അണ്ടിമൊക്ക് ശാഖയിലെ കുണ്ടൻ സംഖ്യകളെ കാട്ടിക്കൂട്ടുന്ന തെമ്മാടിത്തരത്തിന് കേരളത്തിലെ ജനങ്ങളുടെ പാവം പിടിച്ച കേരളത്തിലെ ജനങ്ങളുടെ നികുതി പൈസയിൽ നിന്ന് കൊടുക്കുന്നത് എന്ത് ന്യായമാണ്? എന്തവസ്ഥയാണ്? അതിനെക്കുറിച്ച് പറ. നിന്റെ എല്ലാം അണ്ടിമൊക്ക് ശാഖയിലെ കുണ്ടൻ സംഖ്യയിൽ കാട്ടിക്കൂട്ടുന്നതിൻ്റെ കോപ്പറേറ്റ് തരങ്ങളെക്കുറിച്ച് നീ പറ. എന്നിട്ട് നമുക്ക് ബംഗ്ലാദേശിനെ കുറിച്ച് സംസാരിക്കാം. എന്താ അത് പറയാൻ നാവില്ലേ? നാവ് പൊന്തൂല്ലേ? അണ്ടിമൊക്ക് ശാഖയിലെ കുണ്ടൻ സംഖ്യകളുടെ ശാഖയിൽ പോകുന്നതുകൊണ്ടാണോ? പൊന്നാരമ്മായി, ഉളുപ്പുണ്ടോ അമ്മായെ? ഉളുപ്പ് നാണവും പറഞ്ഞ സാധനം ഉണ്ടാവും അമ്മായെ.